കഴിഞ്ഞ ദിവസമാണ് പന്തളം കുരമ്പാലയിൽ അപകടകരമായ രീതിയിൽ ഒരു നോട്ടക്കാരൻ കുതിരയും കൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ വൈറലായത്. ആ കുതിരയെ വീണ്ടെടുത്ത് തിരികെ അതിൻ്റെ ഉടമ നൽകിയാൽ വിറ്റയാൾ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. ചിക്കു നന്ദൻ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്നു. ഒരു മൃഗസ്നേഹിയാണ്. ഒരുപാട് കുതിരകളും ഒട്ടവും ഒക്കെ ഇവിടെ ഉണ്ട്. നന്ദനം ഫാം. ഇത് എന്തായിരുന്നു സംഭവം? വീഡിയോ കണ്ടില്ലേ? വീഡിയോ കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. ഞാൻ ഒരു 5 മാസം മുമ്പാണ് എൻ്റെ കയ്യിൽ നിന്ന് കുരമ്പാലയിലുള്ള ഒരു അദ്ദേഹം മൃഗസ്നേഹിയൊക്കെ ആയിരുന്നു. അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് കുതിര വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പം കുതിരയെ വാങ്ങിച്ച് കൊണ്ടുപോയി അതിന് ശേഷം പിന്നെ 2 തവണയോളം നമുക്ക് ഇതുപോലെ ഒരു ന്യൂസ് കിട്ടി. കാരണം ഇതിൻ്റെ ജോലിക്കാർ ഇതിനെ വഴിയിലൂടെ നടത്തിക്കുകയും വെള്ളമടിച്ചിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടി. അപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇതിനെ ഉപദ്രവിക്കുകയും ഇല്ലെങ്കിൽ വെള്ളമടിച്ചിട്ട് റോഡിൽ കൂടെ കൊണ്ട് നടത്തിക്കുകയൊക്കെ അറിഞ്ഞത്. അപ്പം അദ്ദേഹം തന്നെ ഇത് വാങ്ങിച്ച ഉടമസ്ഥൻ തന്നെ ആദ്യം നമ്മളെ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് കുതിരയെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കണ്ടത്. കാരണം ഇതിനെ നോക്കുന്ന ആൾ വെള്ളമടിച്ച് ഒരു ബോധവും ഇല്ലാതെ കിടക്കുന്നു. കുതിര അപ്പുറത്തെ റോഡിൽ മാറി നിൽക്കുന്നു, അഴിഞ്ഞു കിടക്കുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ഓണറിനെ വിളിച്ചു, സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് ധാരണയായതിനു ശേഷം കുതിരയെ തിരിച്ചെടുത്തുകൊണ്ട്. ഏത് ഇനത്തിൽപ്പെട്ട കുതിരയാണ് കേട്ടോ? പോണി വർഗ്ഗത്തിൽപ്പെട്ട, അതായത് കുതിര ഇനത്തിൽ ഏറ്റവും വില കുറഞ്ഞ കുതിര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പോണി വർഗ്ഗത്തിൽപ്പെട്ട കുതിരയാണ് ഈ കുതിര. എന്താണ് തീരുമാനം? പരിക്കുകളൊക്കെ അതിൻ്റെ കാലിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് നോക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. കാരണം പുറകിലത്തെ കാലിന് ചെറിയ ഞൊണ്ടലുണ്ട് നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് റൈഡിങ് പർപ്പസ് ഒന്നും ഇപ്പം നടക്കത്തില്ല. എന്തായാലും 1 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ കുതിരയെ തിരിച്ച് പുള്ളി കൊണ്ടുപോയത്? അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണോ പുള്ളി കൊണ്ടുപോയത് കുതിര? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കണ്ടിഷ്ടപ്പെട്ട്. അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ ഈ പശുവിനെയും മീൻ വളത്തിലും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുതിര വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ ചെയ്ത ഒരു ക്രൂരതയ്ക്ക് നമുക്കും ബുദ്ധിമുട്ട് തോന്നി കണ്ടു കഴിഞ്ഞാൽ. വലിയ അപകടമൊക്കെ ഉണ്ടാവുമായിരുന്നു അല്ലേ? നാട്ടിൽ പേരുദോഷം വന്നേനെ. അപകടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിയുന്നതും നാട്ടിൽ കുതിരകളെ സെയിൽ കൊടുക്കാറില്ല. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് തിരിച്ച് നമ്മളെയും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കൊടുക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ആഗ്രഹം വന്നപ്പോൾ കൊടുത്തതാണ്. ഉഷാറാക്കും. തീർച്ചയായിട്ടും. അതാണ് ചിക്കു നന്ദൻ. അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പറയാനുള്ളത്. നിരവധി സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കുതിരകൾ, പുറകിലൊക്കെ നിൽക്കുന്ന ഒരുപാട് കുതിരകൾ അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും കുതിര ആരോഗ്യം വീണ്ടെടുക്കട്ടെ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.